DMK സർക്കാർ തുടരുമെന്ന് പറയുന്നു ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. റിപ്പോർട്ടിനോട് എക്സ്ക്ലൂസീവായി അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് ഉദയനിധി സ്റ്റാലിനുമായി സംസാരിച്ചു. 5 വർഷത്തെ വികസന പദ്ധതികൾ വോട്ടായി മാറുമെന്നും തങ്ങൾ എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണെന്നു കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ ആദിലിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. vote pannuna last 5 years we have shown immense development in Tamil Nadu, so definitely people of Tamil Nadu will vote for DMK. Been traveling for the past 5 years across Tamil Nadu. People, our candidates, our leaders especially, we don't travel only for the elections, we are always with the people, especially after becoming the minister and the deputy minister, chief minister. I've been traveling across all the districts for the last 3.5 years, and we are always with the people, and people will always be with us. തമിഴ്നാട് നാളെ ഏതായാലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. അതിന്റെ അവസാന ഘട്ടമാണ്. 234 മണ്ഡലങ്ങളിലായി 4834 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദിൽ പാലോട് ചേരുന്നു. അതിൽ ഉദയനിധി സ്റ്റാലിൻ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് വികസനത്തിന് വോട്ട് കിട്ടുമെന്നതാണ്. അങ്ങനെ ഒരു ഭരണ തുടർച്ച DMK പ്രതീക്ഷിക്കുന്നു. മറുഭാഗത്ത് വിജയ് വികസനമില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്താണ് അവസാന മണിക്കൂറുകളിൽ തമിഴ്നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം? ഒരുപക്ഷെ ഇതുവരെ കണ്ടതിൽ വെച്ച് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇളക്കി മറിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. എല്ലാ കക്ഷികൾക്കും നിർണായകമാണ്. ഒരുപക്ഷെ TVK വന്നതോടുകൂടി ആരുടെ വോട്ടുകളാകും വിജയ് പിടിച്ചുകൊണ്ട് പോവുക എന്ന ആകാംക്ഷയും ആശങ്കയും രണ്ട് മുന്നണികൾക്കുമുണ്ടെന്നുള്ളതാണ്. ഒരു വശത്ത് ഭരണ തുടർച്ച, ഇതുവരെ ചരിത്രത്തിൽ ഒരു തവണ പോലും DMKക്ക് ഭരണ തുടർച്ച ലഭിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആ ചരിത്രം തിരുത്തി എഴുതാൻ സ്റ്റാലിന് കഴിയുമോ എന്ന ചോദ്യം പ്രധാനമായി ഉണ്ട്. ഉറപ്പായും തുടർഭരണം ഉണ്ടാകും എന്നാണ് ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരാണ് DMK. ക്ഷേമ പദ്ധതികളുണ്ട്, സ്ത്രീകൾക്കായുള്ള പദ്ധതികളുണ്ട്, വികസന നേട്ടങ്ങളുണ്ട്. ഇതൊക്കെ കണ്ട ആളുകൾ വോട്ട് ചെയ്യും. കഴിഞ്ഞ 5 വർഷം മതി തങ്ങൾക്ക് വോട്ട് കിട്ടാനെന്ന് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മറുഭാഗത്താകട്ടെ ADMK പറയുന്നത്, എടപ്പാടി പളനിസ്വാമിയുടെ ഒരു പ്രതികരണം വന്നത് സ്റ്റാലിന്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നടക്കുമോ എന്ന തരത്തിൽ പ്രതീക്ഷ പങ്കുവച്ചുകൊണ്ട് ADMK നേതാക്കൾ, പ്രവർത്തകർ രംഗത്തുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. ഏറ്റവും പ്രധാനം TVK ആണ്. TVK മുഖ്യമന്ത്രി അടുത്തതുണ്ടെങ്കിൽ അത് വിജയ് മാത്രമാണ് എന്നതാണ് TVK നേതാക്കളും പ്രവർത്തകരും പങ്കുവയ്ക്കുന്ന ആത്മവിശ്വാസവും പ്രതീക്ഷയും. പക്ഷേ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും എത്ര ശതമാനം വോട്ടുകൾ പിടിക്കും, ഒപ്പം എത്ര സീറ്റുകൾ കൈക്കലാക്കും TVK എന്ന രൂപത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. ഏതായാലും ആത്മവിശ്വാസവും അവകാശവാദങ്ങളും തുടരുന്നുണ്ട് തമിഴ്നാട്ടിൽ. തമിഴ്നാടിന്റെ മനസ്സിൽ എന്താണ് എന്നറിയണം. ഏതായാലും നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. 243 മണ്ഡലങ്ങളിലാണ് നാളെ 7 മണി മുതൽ വോട്ടെടുപ്പ് നടക്കുക. 23-ാം തീയതി നാളെ വോട്ടെടുപ്പ് നടക്കുക. ഇന്ന് നിശബ്ദ പ്രചരണമാണ്. നിർണായക തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ നേതാക്കളെല്ലാം ഇന്ന് സജീവമായി പലതരം പ്രചരണ പരിപാടികളുമായി കളത്തിലുണ്ട് എന്നുള്ളതാണ്. പരസ്യ പ്രചരണമില്ലെങ്കിൽ കൂടി. വിനീത, ശരി. ആദിൽ പാലോടും മനു ബാലകൃഷ്ണനും തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നിന്നും തത്സമയ അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാളെ തെരഞ്ഞെടുപ്പിലെ ആവേശം അപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഒരു വലിയ ടീം തമിഴ്നാട്ടിലുണ്ട്. തെങ്കാശിയിൽ നിന്നും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങൾ, കോയമ്പത്തൂരിൽ നിന്നും ഉൾപ്പെടെ ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. ആദിൽ പാലോട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുമായിരുന്നു.